വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 14 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു. ഒരു സാബത്തിൽ അവൻ ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിനു പോയി. അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു മഹോദര രോഗി ഉണ്ടായിരുന്നു. യേശു നിയമജ്ഞരോടും ഫരിസേയരോടുമായി ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? അവർ നിശബ്ദരായിരുന്നു. യേശു അവനെ അടുത്തു വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ തന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവരായി നിങ്ങളിൽ ആരുണ്ട്? മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ആവശ്യത്തിലിരിക്കുന്ന സഹോദരനെ സഹായിക്കുക, മുൻഗണന കൊടുക്കേണ്ട മൂല്യബോധം. യേശുക്രിസ്തുവിന്റെ ഈ മണ്ണിലുള്ള ജീവിതകാലത്ത് പ്രധാനമായും മുന്നം വെച്ചത് ഒരു മതത്തിന്റെ ചട്ടക്കൂട് നിർമ്മിക്കുക എന്നുള്ളത് അല്ലായിരുന്നു. അതിനു പകരം മനുഷ്യർക്ക് ഒരു ജീവിത ദർശനം നൽകുക എന്നുള്ളതായിരുന്നു. ഒരു ജീവിത വീക്ഷണം നൽകുക എന്നുള്ളതായിരുന്നു. ജീവിതത്തിന് പുതിയ ഒരു ആഭിമുഖ്യം നൽകുക എന്നുള്ളതായിരുന്നു. ഈ ആഭിമുഖ്യം, ഈ ജീവിത ദർശനത്തിൽ യേശു കണ്ടത് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു മൂല്യമായിട്ട് യേശു കണ്ടത് സഹായം ആവശ്യമുള്ള ഒരു സഹോദരനെ ആത്മാർത്ഥതയോടുകൂടെ ആ സഹായം എത്തിക്കാൻ സാധിക്കുകയാണ്. ആവശ്യത്തിലിരിക്കുന്ന ഒരു സഹോദരന്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യം പരിഹരിക്കാനുള്ള പരിശ്രമത്തിൽ വ്യാപൃതനാക്കുക. ഇതാണ് ഏറ്റവും മുൻഗണന കൊടുത്തുകൊണ്ട് യേശു തന്റെ ജീവിത ദർശനത്തിൽ കൂടെ മനുഷ്യരെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ ഏത് തരത്തിലുള്ള പ്രമാണങ്ങളോ നിയമങ്ങളോ ആകട്ടെ, മതത്തിന്റെ നിയമങ്ങളാകട്ടെ, സമുദായത്തിന്റെ നിയമങ്ങളാകട്ടെ, രാജ്യത്തിന്റെ നിയമങ്ങളാകട്ടെ, ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയെന്ന് പറയപ്പെടുന്ന നിയമങ്ങളാകട്ടെ, ഈ നിയമങ്ങളൊക്കെ ഈ മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ടതാണ് എന്നൊരു ചിന്തയാണ് യേശുക്രിസ്തുവിനുള്ളത്. ഈ തരം നിയമങ്ങൾക്ക് പ്രസക്തിയും അർത്ഥവും ലഭിക്കാൻ ഇടവരണം എന്ന് വരികിൽ മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ള നന്മയ്ക്ക് അവ ഉതകാൻ ഇടവരണം. അതുകൊണ്ട് ഒരു മതത്തിൻ്റെതായിട്ടുള്ള ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളത് അല്ല യേശുവിന്റെ ദർശനത്തിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം. യേശു വിഭാവനം ചെയ്യുന്ന ആ ജീവിത ദർശനം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. പരോന്മുഖതയാണ് ആ ദർശനത്തിന്റെ കാതലായ വശം. ഈ വശം നമ്മുടെ മുമ്പിൽ അതിശക്തമായ രീതിയിൽ പ്രകടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം. അന്നത്തെ സമുദായത്തിൽപ്പെട്ട ഒരു പ്രമുഖ ഫരിസേയൻ യേശുവിനെ ഒരിക്കൽ ഒരു വിരുന്നിന് വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. യേശു ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഫരിസേയന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നു. യേശു അവിടെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാകാം മറ്റു പല ആളുകളും കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഈ വന്നവരിൽ ഒരു രോഗിയായിട്ടുള്ളൊരു മനുഷ്യനെ യേശു പ്രത്യേകം ശ്രദ്ധിക്കാനിടവരുന്നു. അവൻ എല്ലാവിധത്തിലും സഹതാപം അറിയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് യേശുവിന് തോന്നി. അവന്റെ രോഗം മഹോദരമാണ് എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അവന്റെ സ്ഥിതിവിശേഷം കണ്ട് മനസ്സലിഞ്ഞ് യഥാർത്ഥത്തിൽ അവന് സുഖം കൊടുക്കാൻ ഇടവരുന്നു യേശു. ഈ സുഖം കൊടുത്ത ആ ദിവസം ശാബത്ത് ദിവസമായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയിട്ടുള്ള നിയമം കൈമാറ്റ പ്രക്രിയ വഴിയായിട്ട് പരമ്പരാഗതമായിട്ട് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നിയമമാണ് ശാബത്ത് നിയമം എന്നതായിരുന്നു സാധാരണ ഒരു യഹൂദന്റെ വിശ്വാസം. അത് അലംഘനീയമായിട്ട് പാലിക്കേണ്ടതാണ്.
ഈ ശാപത്തിന്റെ ലംഘനമായിട്ട് തീരും അന്നത്തെ വിശ്വാസമനുസരിച്ച് രോഗീപരിചരണവും രോഗശുശ്രൂഷയും അതിനോടനുബന്ധിച്ചുള്ള മറ്റു കൃത്യങ്ങളും ഒക്കെ ഈ ശാപത്തിന്റെ ലംഘനമായിട്ട് വരും. അത് ജോലിക്ക് സമമായിട്ട് വരും. ജോലി ചെയ്യാൻ നിഷിദ്ധമാണ് ശാപത്തിന്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യേശു ആ ശാബത്ത് ദിവസത്തിൽ യഥാർത്ഥത്തിലെ സഹായം ആവശ്യമായിരിക്കുന്ന ആ സഹോദരനെ സ്ഥിതിവിശേഷത്തിൽ നിന്ന് അവനെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് അടിസ്ഥാനപരമായിട്ട് നൽകേണ്ട സന്ദേശവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് യേശു ആ മനുഷ്യന് സുഖം നൽകുന്നത്. യേശു വളരെ നയപരമായ രീതിയിലാണ് ചിലപ്പോ നിയമങ്ങളെ ലംഘിക്കാനിടവരുന്നതെന്ന് നമുക്ക് കാണാം. നയപരമായിട്ടുള്ള സമീപനത്തിന്റെ ഫലമായിട്ട് കലാത്മകമായ രീതിയിൽ യേശു ഉദ്ദേശിക്കുന്ന ജീവിത ദർശനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യേശുവിനെ സാധിക്കുകയാണ്. യേശു വളരെ കലാത്മകമായിട്ട് അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അവരെ സുബോധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എന്തു തന്നെ നിയമങ്ങളായാലും എത്ര പാവനമായിട്ട് അത് കരുതപ്പെട്ടാലും മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യം പരിഹരിക്കാൻ ഇടവരുന്ന ആ നിയമങ്ങൾക്ക് സമൂഹത്തിൽ പ്രസക്തിയുള്ളൂ എന്ന യേശുവിന്റെ ഉറച്ച നിലപാട് ഇതിൽ കൂടെ യേശു വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. മതത്തിൻ്റെതായിട്ടുള്ള സമുദായത്തിൻ്റെതായിട്ടുള്ള സഭയുടേതായിട്ടുള്ള നിയമങ്ങള് അതിന്റെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അതിന് ചൈതന്യം ചോർന്നു പോകാതെ ആ ചൈതന്യത്തിനനുസരിച്ചായിരിക്കണം നാം നിയമ അനുഷ്ഠാനങ്ങൾ നടത്തേണ്ടത്. അല്ലാതെ നിയമത്തിന് വേണ്ടി ഒരു അനുഷ്ഠാനം നടത്തുന്ന പ്രക്രിയ യേശുവിന്റെ മൂല്യബോധത്തിൽ ഉൾക്കൊള്ളുന്നതല്ല. യഥാർത്ഥത്തിൽ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി സാഹചര്യത്തിന് ഇണങ്ങുന്ന രീതിയിൽ മനുഷ്യന് ഗുണകരമാകുന്ന രീതിയിൽ മനുഷ്യന്റെ യഥാർത്ഥത്തിൽ ആത്യന്തികമായിട്ടുള്ള നന്മ ഉറപ്പുവരുത്താൻ ഇടയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൊടുക്കാനും അതിന് പ്രചോദനം നൽകാനും ഇടവരുന്ന നിയമങ്ങളെ അനുസരിക്കാൻ നമുക്ക് കടമയുള്ളൂ എന്ന യേശുവിന്റെ പ്രബോധനം നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ഇതായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശമായിട്ട് നാം ഉൾക്കൊള്ളേണ്ടത്.